ഹലോ നമസ്കാരം, സെൽഫിയിലേക്ക് സ്വാഗതം. അധികമാരും കേട്ടിട്ടില്ലാത്ത, അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇന്ന് പോകാം. പിന്നെ പതിവ് ചേരുവകളും. സെൽഫി തുടങ്ങുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയായ കൊളുക്കുമല. മൂന്നാറിൽ നിന്ന് സൂര്യനിലയിലെത്തി അവിടെ നിന്ന് അതിർത്തി കടന്നാൽ കൊളുക്കുമലയായി. മൂന്നാറിനേക്കാൾ വളരെ വശ്യമനോഹരമായ ഒരു സ്ഥലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കൊളുക്കുമലയിലെ കാഴ്ചകൾ കണ്ടറിയാം. ഇതാണ് സൂര്യനെല്ലി. മനസ്സിൽ വേറൊന്നും കരുതേണ്ട, നമ്മൾ നല്ലൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻ ഏരിയ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചായയ്ക്ക് സ്വാദും കൂടും. നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം. ഏകദേശം ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണ 4 വീലറൊന്നും അവിടെ പോകില്ല. ജീപ്പ് റോഡാണ് അത്. അതുകൊണ്ട് തന്നെ ജീപ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. 12 കിലോമീറ്റർ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ, തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ കാഴ്ച അവിടെ ഉണ്ട് എന്നാണ് അവിടെ പോയിട്ടുള്ളവരൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുളക്കുമലയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് പലരോടും സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് കുളക്കുമല എന്നത് സംബന്ധിച്ച്, അതിൻ്റെ ഒരു മനോഹാരിത എത്രമാത്രം ഉണ്ട് എന്ന്. പലരും പറയുന്നത് ധാരാളം പേർ മൂന്നാറിൽ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികൾ. പക്ഷേ ഇവരൊക്കെ മൂന്നാറിൽ വന്നിട്ട് കുറച്ച് തേയില എസ്റ്റേറ്റുകളൊക്കെ കണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളൊക്കെ വാങ്ങി തിരികെ പോകുന്നൊരവസ്ഥയാണ് ഉള്ളത് എന്ന്. ഈ കുളക്കുമല പോലെ വളരെ അടുത്തുള്ള ചില പ്രദേശങ്ങളുണ്ട്, വളരെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അവിടെ വന്ന് ആ സ്ഥലങ്ങൾ കാണണം, ആസ്വദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെൽഫിയിലേക്ക് ഇത്തരത്തിൽ ഒരു സെഗ്മെൻറ്റ് തന്നെ തീരുമാനിച്ചത്. പോകാം കൊളുക്കുമലയിലേക്ക്. എന്തൊക്കെ കാഴ്ചകൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് കണ്ടറിയാം. നമ്മൾ കൊളക്കുമലയിലേക്കുള്ള യാത്രയിലാണ്. ഇടയ്ക്ക് വളരെ മനോഹരമായ ഒരു ടീ പ്ലാന്റേഷൻ ഏരിയ കണ്ടപ്പോൾ ഞാനിവിടെ ചാടി ഇറങ്ങിയതാണ്. നമുക്ക് എത്ര മനോഹരമായിട്ട് ഇവിടെ ടീ പ്ലാന്റേഷൻ നടക്കുന്നത്. മൊട്ടക്കുന്നുകളുണ്ട്, ഒപ്പം ഉയർന്ന വലിയ പാറക്കെട്ടുകൾ. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഉയരെ കാണുന്ന ആ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് തമിഴ്നാടിൻ്റെ ഏരിയ. ആ മലയിൽ കയറി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു വളരെ വിശാലമായ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് ചെറിയൊരു പാറക്കെട്ട്, നല്ലൊരു അരുവി. ഇവിടെ വേണമെങ്കിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു ടീ പ്ലാന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ ഒരു വിവരം സംബന്ധിച്ച് 1902 ഇവിടെ പ്ലാന്റേഷൻ തുടങ്ങിയതാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു കാട്ടുപ്രദേശമായിരുന്നു. 1902 തുടങ്ങി. 100 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2015 അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും എത്രമാത്രം പഴക്കമുണ്ട് ഈ ഒരു തേയില ചെടികൾക്കൊക്കെ. ഇതിൻ്റെ ഒരു തണ്ടും മൂടും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം പഴക്കമുള്ള ചെടികളാണ് ഇത്. ഇവിടെ തന്നെ വളരെ മനോഹരമായ ചായച്ചെടികൾ വളരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ തന്നെയാണ്. ഉയരത്തിലേക്ക് പോകും തോറും കൂടുതൽ ആസ്വാദികരമായ ചായ ലഭിക്കും. ചായച്ചെടികൾ അവിടെയുണ്ട്. അത്തരത്തിൽ മനോഹരമായ ഒരു ടീ പ്ലാന്റേഷൻ ഏരിയയാണ്. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ശ്രീ മുത്തുമാരി അമ്മൻ ക്ഷേത്രം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കോവിൽ കണ്ടപ്പം ഇവിടെ ചാടി ഇറങ്ങി. എനിക്ക് തോന്നുന്നു എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം. വളരെ ഐശ്വര്യം അതുപോലെ ഭക്തിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ തേയില ചെടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം ഇപ്പുറത്ത് ചെറിയ അരുവി, ചെറിയ ഒരു കുടിലുകളൊക്കെ കാണാം.
അവിടെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന, തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണത്. അതിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു ക്ഷേത്രം, ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രം. ഇവിടെ ഈ മാസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്, കാപ്പകെട്ട്. അതിനുശേഷം ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. വളരെ എനിക്കൊന്ന് ഈ ഒരു തൊഴിലാളി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ്. ഇവിടെ മറ്റു ക്ഷേത്രങ്ങളോ ഈ ഒരു പരിസരത്ത് മറ്റൊന്നുമില്ല. ഈ ഒരു ക്ഷേത്രമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ ഉത്സവമാണ് ഇവർ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. കൊളുക്കുമലയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് ഇടയ്ക്ക് ഇറങ്ങി. വേറൊന്നുമല്ല, ഒരു മലയാളി സമൂഹത്തെ ഇടയ്ക്ക് കണ്ടു. നമ്മളെപ്പോലെ തന്നെ കോതമംഗലത്തു നിന്നുള്ള മലയാളി സമൂഹം. ഇവർ കപ്പയും ചമ്മന്തിയും കൂടെ കാന്താരിയും കൂടെ ചേർത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഇവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഇതും കഴിച്ചു. ഈ കപ്പ ഇങ്ങനെ മഞ്ഞിച്ചിരിക്കുന്നത് എന്താ? മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പ ഇങ്ങനെ. കണ്ടോ, കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞപ്പൊടിയല്ല ഇത്, ശരിക്കും മഞ്ഞൾ മേടിച്ച് പൊടിച്ച്. അവിടുന്ന് നല്ല മഞ്ഞ കപ്പയൊക്കെ കഴിച്ചു, കാന്താരി മുളക് കൂട്ടി. ഇതാ തിരിച്ച് ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് നല്ലൊരു വ്യൂ. താഴേക്ക് വളരെ ആഴത്തിലുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. ചുറ്റിനും ദാ ഇവിടെ കാണാൻ കഴിയുമോ? എത്ര വലിയൊരു മൗണ്ടൻ ആണത്. ഇതാണ് നമ്മൾ ഈ ഒരു മൂന്നാറിൻ്റെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് മൂന്നാർ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ, മൂന്നാർ ചില സ്ഥലങ്ങൾ മാത്രം കണ്ട് നമ്മൾ ഒതുങ്ങുകയാണ് ചെയ്യുക. അതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇനി മൂന്നാറിൽ ആര് വന്നാലും ഇത്തരം സ്ഥലങ്ങൾ കണ്ടിട്ടേ പോകാവുള്ളൂ, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാകും. നമ്മൾ കൊളുക്കുമലയിൽ എത്തിയിരിക്കുന്നു. വലിയ ദുർഘടമായ പാതകളൊക്കെ താണ്ടിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ക്ഷീണങ്ങളൊക്കെ മറക്കും. കാരണം ഒരു നാച്ചുറൽ സ്മെൽ ഇവിടുന്ന് വരുന്നുണ്ട്. ഒന്നുമല്ല, ഓർഗാനിക് ടീയുടെ ഒരു സ്മെൽ. ഏറ്റവും ജൈവവളം ഉപയോഗിച്ച് വളരെ നാച്ചുറലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. അതാണ് കൊളുക്കുമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സീ ലെവലിൽ നിന്ന് 8000 ഫീറ്റോളം മുകളിലാണ് ഈ ഒരു ടീ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ തേയില ചെടികളെ സംബന്ധിച്ച് ഉയരത്തിലാണെങ്കിൽ കൂടുതൽ സൺലൈറ്റ് ലഭിക്കും, അല്ലെങ്കിൽ കൂടുതൽ മഞ്ഞ്. ഇതെല്ലാം തേയില ചെടികൾക്ക് വളരെ ആവശ്യമായൊരു ഘടകമാണ്. അതാണ് ഇവിടുത്തെ തേയില ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കൊളുക്കുമലയിൽ എങ്ങനെയാണ് ഈ ഒരു ഓർഗാനിക് ടീ തയ്യാറാകുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നുണ്ടോ ഈ ഒരു തേയില ചെടികൾക്ക് മുകളിൽ. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെയിലിങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞാൽ കുറച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ നല്ല മഞ്ഞ് വീഴും. ഇതൊക്കെ ഈ തേയില ചെടികൾക്ക് വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തേയില ചെടികൾക്ക് സ്വാദ് കൂടുന്നത്. ഇത് ചായയെ കഴിഞ്ഞാൽ വളരെ സൂപ്പർ ടേസ്റ്റിലേക്ക് മാറുന്നതും. ചെറിയ പ്രോസസ്സിങ് ബാക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ ഓർഗാനിക്കായി കൃഷി ചെയ്യുന്ന ഈ ഒരു തേയില ചെടികൾ വളരെ ആസ്വാദികരമായ ചായയായി മാറുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇനി അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതിൽ 3 ഇലയൊക്കെ പരിക്കണം സാറേ. അപ്പോൾ ഇതിൽ ഒരു സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഓർഡിനറി ചായ, നമ്മൾ മിൽക്ക് ചായ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇലയൊക്കെ ഇങ്ങനെ പരിക്കും. നമ്മൾ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പരിക്കുള്ളൂ. ഈ നാമ്പ് മാത്രം, ഇത് മാത്രം. ഓ അത് ശരി. ഇതാണ് ഗ്രീൻ ടീ. അത് പ്രോസസ് ഒക്കെ വേറെ വന്നിട്ടുണ്ട് മാത്രം. പിന്നെ വൈറ്റ് ടീന്ന് ഒരു സാധനം വന്നിട്ടുണ്ട്. വൈറ്റ് ടീ എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നില്ലേ, ഇത് മാത്രം നമ്മൾ പരിക്കണം. വൈറ്റ് ടീ.
ഇത് മാത്രം. എന്താ വൈറ്റിയുടെ പ്രത്യേകത? വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കയ്പുണ്ടാവും, നല്ല കയ്പുണ്ടാവും, നമ്മുടെ ഹെൽത്ത് നല്ലതാണ്. ഇതിൽ ഇച്ചിരി കുറവായിട്ട് കാണും, കയ്പ് വന്ന് ഇതിൽ കുറവായിട്ട് കാണും. ഇല പോലെ ഉണ്ടായിരുന്ന ഇച്ചിരി കുറവായിട്ട് കാണും. ഇത് ഓരോ ഇലയ്ക്കും ഓരോ ടേസ്റ്റ് വരും അല്ലേ? ടേസ്റ്റ് മാറുന്നില്ല, ബട്ട് പ്രോസസ് മാറുമ്പോൾ ടേസ്റ്റ് മാറും. നമ്മൾ കൊളുക്കുമലയിലെ ഒരു ഓർഗാനിക് ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് കേട്ടോ. കൊളുന്തെന്നാണ് പറയുക ഈ ഒരു തേയില നാമ്പുകളെ. ഇത് പറിച്ച് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഈർപ്പൊക്കെ വലിച്ചിട്ട് മറ്റ് പ്രോസസ്സിങ്ങിന് തയ്യാറാക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ ഒന്ന് ഇതിന് താഴെ ഒരു ഫാനാണ്. ജസ്റ്റ് ഈ ഒരു നാമ്പുകളെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. വളരെ ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം കൊളുക്കുമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ വളരെ വലിയൊരു കാഴ്ചയാണ്. ഡീപ്പ് വാലിയാണിത്. വളരെ ആഴമേറിയ ഒരു ഗർത്തം നമുക്കിവിടെ കാണാൻ കഴിയും. ചുറ്റിനും വലിയ കുന്നുകൾ. ഇത് മൂന്നാറിൻ്റെ മറ്റൊരു ഭാഗമാണ്. മൂന്നാർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, മൂന്നാറിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും മൂന്നാർ സിറ്റിയും ഒക്കെ കണ്ട് ഇങ്ങനെ മടങ്ങുകയാണ്. കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് മടങ്ങുകയാണ് പതിവ്. പക്ഷേ തേയിലത്തോട്ടങ്ങളൊന്നും കണ്ട് ഇനി മടങ്ങരുത്. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊളുക്കുമല എന്നുള്ള പ്രത്യേക സ്ഥലത്ത് വളരെ മനോഹരമായ കുന്നുകൾ ഇങ്ങനെ അടുക്കി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുകയാണ്. വലിയ ആഴമേറിയ ഗർത്തങ്ങൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത് കൊട്ടുകടി വാലി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ഒരു ട്രൈബൽ സെൻറ്ററും കൂടിയാണ്. ഇവിടെ മുതുവാസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗം ഈ പ്രദേശങ്ങളിൽ കൂടുതൽ തിങ്ങി പാർക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ബ്ലാക്ക് മങ്കി എന്നുള്ള ഇനത്തിൽപ്പെട്ട ഒരു തരം കുരങ്ങന്മാർ. ഞാനിവിടെ വന്നപ്പം കുരങ്ങന്മാരെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിലും ചില സമയത്ത് കുരങ്ങന്മാരൊക്കെ ഇവിടെ വന്നു പോകും. അത്തരത്തിലൊരു പ്രത്യേക തരത്തിൽപ്പെട്ട കുരങ്ങന്മാർ ഇവിടെ കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ഇതാ കുന്നുകളിലേക്ക് വെളിച്ചം ഇങ്ങനെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. ഇത് പെട്ടെന്ന് മായും, പെട്ടെന്ന് മഞ്ഞ് വരും, പെട്ടെന്ന് സൂര്യൻ മായും. അതിനുശേഷം നല്ല മഞ്ഞ് വരും, നല്ല തണുപ്പ് വരും. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ നല്ല തണുപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനി മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ആരും കാണാതെ പോകരുത്, വലിയ നഷ്ടമാകും. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഉയർന്ന പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്നും 8000 അടിയോളം മുകളിൽ ഏറ്റവും നല്ല ചായ ലഭിക്കുന്ന സ്ഥലം. അത് കുടിച്ചിട്ടേ പോകുള്ളൂ. കൊളുക്കുമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ചായ തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായി ഇവിടെ വന്നത് തന്നെ. എന്തായാലും ആ ചായ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുടിച്ചു നോക്കാൻ പോവുകയാണ്. ഞാനൊന്നും വിശേഷിപ്പിക്കുന്നില്ല, നിങ്ങൾ വന്ന് ഇത് കുടിച്ചു നോക്ക്. എന്തായാലും ഇവിടത്തേക്കുള്ള യാത്ര വളരെ ആസ്വാദികരമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചൊരു ദുർഘടമായ പാതയാണ്, ജീപ്പ് റോഡാണ്. എങ്കിലും യുവാക്കൾക്കൊക്കെ പെട്ടെന്ന് വലിയൊരു അഡ്വഞ്ചർ യാത്രയൊന്നുമല്ല, എങ്കിലും ഒരു വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു യാത്ര ജീപ്പിൽ നമുക്കിവിടെ വരാം. ഫാമിലിയൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഒരു രാവിലെ അധികം കുറച്ചൊന്ന് വൈകിട്ട് എത്തുന്നതായിരിക്കും നല്ലത്. ഒരു ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്നതായിരിക്കും നല്ലത്. കുറച്ച് വെയിൽ വന്നിരിക്കും, വലിയ തണുപ്പൊക്കെ മാറിയിരിക്കും. രാത്രി അധികം വൈകുന്നതിന് മുമ്പ് ഇവിടുന്ന് തിരിച്ചു പോവുക. ഇവിടെ നല്ല തേയില കിട്ടും, അതും വാങ്ങിക്കൊണ്ട് പോകാം. ഒപ്പം ഈ ഒരു സുന്ദരമായ ചായയും കുടിക്കാം. എന്തായാലും കൊളുക്കുമല യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി തിരിച്ചിറക്കാം. പദവികളുടെയും പുരസ്കാരങ്ങളുടെയും പുറകെ പോകാതെ വളരെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ചിലരെയെങ്കിലും നമുക്ക് അടുത്തറിയാം. അവരുടെ സേവനം എപ്പോഴും മാതൃകാപരവുമാണ്. സേവനപാതയിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ബംഗളൂരു മലയാളികളുടെ പ്രിയപ്പെട്ട എന്നെ മുഹമ്മദ് ഹാജിയെ അടുത്തറിയാം. മനുഷ്യ നന്മ ചെയ്യുന്നതിനേക്കാൾ വലിയ ആരാധനയില്ലെന്ന പാഠമാണ് കാസർഗോട്ടുകാരനായ മുഹമ്മദ് ഹാജിയെ
ബംഗളൂരു മലയാളികളുടെ പ്രിയപ്പെട്ട എന്നെ സഹാബാക്കി മാറ്റിയത്. 4 നൂറ്റാണ്ട് കാലത്തെ നിസ്വാർത്ഥ സേവനത്തിലൂടെ എന്നെ എന്ന 2 അക്ഷരത്തെ കാരുണ്യമെന്ന വലിയ വാക്കിന്റെ പര്യായമായി മറുനാടൻ മലയാളികൾ ചേർത്ത് വായിച്ചു. വലുതും ചെറുതുമായ നിരവധി മലയാളി സംഘടനകളുടെ ബംഗളൂരുവിൽ 80 വർഷത്തെ പാരമ്പര്യമുള്ള മലബാർ മുസ്ലിം അസോസിയേഷന്റെ അമരക്കാരനായി എന്നെ മുഹമ്മദ് ഹാജി പ്രവർത്തനം തുടങ്ങിയിട്ട് സുദീർഘമായ 25 വർഷം പിന്നിട്ട് കഴിഞ്ഞു. കൂണുപോലെ മുളച്ചുപൊന്തുന്ന സംഘടനകൾക്ക് സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും നാനാർത്ഥങ്ങൾ പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലെത്തി എന്നെ മുഹമ്മദ് പിന്നീട് ഇന്ദിരാഗാന്ധിയോടൊപ്പം കോൺഗ്രസിൽ സജീവമായി. കാസർഗോഡ് നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്തു. കച്ചവടത്തിനായി ബംഗളൂരുവിലെത്തിയ ഇദ്ദേഹം സേവനത്തിന്റെയും പരസഹായത്തിന്റെയും മാർഗമായാണ് രാഷ്ട്രീയക്കാരനായത്. പൊളിറ്റിക്സിൽ നമ്മൾ നല്ല പേര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഏത് ഗവൺമെൻറ് മിനിസ്റ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധുക്കൾക്ക് വേണ്ടി പോയി പറഞ്ഞു ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല പേര് വേണം പൊളിറ്റിക്സിൽ. പൊളിറ്റിക്സിൽ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കുക, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക, കാശുണ്ടാക്കാൻ പോവുക, അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ആരും കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യും. എന്നെ വന്നു, നമ്മളാളാണ്, അവരാളാണ്. അപ്പോൾ ഇന്ന പാർട്ടിയിൽ നിന്നില്ല. കാരണം ഉദാഹരണത്തിന് BJP ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ഫംഗ്ഷന് യെഡിയൂരപ്പ വന്നു. ഞങ്ങളെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കോളേജിനെല്ലാം 5 കോടി രൂപ ആൾ പ്രോമിസ് ചെയ്ത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഓർഡറാക്കി. അപ്പം അത് ഞങ്ങൾ പ്രവർത്തനം കണ്ടിട്ടാണ്. ഞങ്ങൾ മെഡിക്കൽ ചെയ്യുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുക്കുന്നത്, മറ്റേ രോഗികൾക്കെല്ലാം ഫ്രൂട്ട്സ് സപ്ലൈ ആക്കുന്നത്, പിന്നെ രോഗികളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ഇതാക്കുന്നുള്ളത്, പിന്നെ ബോഡി എടുക്കുന്ന ഈ പ്രശ്നം, സാധുക്കൾക്ക് പൈസ കൊടുക്കുന്നത്, ചെറുകിട കച്ചവടക്കാർക്ക് 25,000 രൂപ ഇപ്പം ഞങ്ങളത് 50 പോവാണ്, കടം കൊടുക്കുന്നുണ്ട്. അതിന് ഗ്യാരണ്ടി വേണം. ഞങ്ങൾ 1 രൂപ ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ല, 100% ഫ്രീ, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങളുടെ വന്ന ശേഷം കുറേ പ്രശ്നം സാധുക്കൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. സാധുക്കൾക്ക് അരി കൊടുക്കും, റേഷന്, അത് പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ മുസ്ലിംസിന് അധികം കൊടുക്കും. എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കും. ഞങ്ങൾക്ക് മുസ്ലിം അസോസിയേഷൻ എന്നല്ലാതെ ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യൻസിനും അങ്ങനെ വകവെക്കാറില്ല. പക്ഷെ പെർസെൻറ്റേജ് കൂടുതൽ മുസ്ലിംസിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അരി സാധനങ്ങൾ കൊടുക്കും. പിന്നെ ഹോസ്റ്റലുണ്ട് ഇവിടെ. ഹോസ്റ്റൽ താമസിക്കുന്നവർക്ക് എന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ മിനിമം 30,000 കൊടുക്കണം ഒരു മാസം. ചെറിയ റൂം എടുക്കണമെങ്കിൽ ഞങ്ങൾ 750 രൂപയ്ക്കാണ് റൂം കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവണം. സർട്ടിഫിക്കറ്റ് വേണം. നാട്ടിൽ സാധുക്കളാണ്, അവർ പഠിക്കാൻ വരുന്നതാണ്, പഠിക്കാൻ പോകണം, ആ സ്റ്റാൻഡേർഡിലേക്ക് അത് തുടങ്ങി. പിന്നെ പല രൂപത്തിലുള്ള സഹായങ്ങളും സാധാരണക്കാർക്ക്. ഇപ്പം ഞങ്ങൾ അഡ്വാൻസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് 5-6 കൊല്ലമായിട്ട് 5 ഓട്ടോറിക്ഷ കൊടുക്കും ഒരു കൊല്ലത്തിൽ സാധുക്കൾക്ക്. അത് ഫുൾ സർവേ ചെയ്തിട്ട് ഏകദേശം ഒരു 100-150 ആൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. സ്കൂളിൽ 150 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. ഞങ്ങളില്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി പൈസ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ പേപ്പറിൽ കൊടുത്താൽ പ്രസ് വരും. എന്നിട്ട് ഞങ്ങൾ അസോസിയേഷൻ പോയി സർവേ ചെയ്യും. ആ സർവേ കറക്റ്റ് അവർ അറിയാറാണെങ്കിൽ അവർ കൊടുക്കും. ജീവിതത്തിൽ ആർജിച്ച രാഷ്ട്രീയ ബോധവും നന്മയും മൂത്ത മകനായ എന്നെ ഹാരിസിനെയും കച്ചവടത്തിന്റെ പാഠങ്ങൾ ഇളയ മകനായ എന്നെ അബ്ദുള്ളയെയും ഏൽപ്പിച്ച് പൂർണ്ണസമയം സേവനത്തിനായി മാത്രം നീക്കിവെച്ചു. ഫാദറാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിലും എനിക്ക് ആക്ച്വലി ഞാനതിൽ പോകാനുള്ള ഒരു ടോട്ടൽ ഇൻസ്പിറേഷൻ, ടോട്ടൽ ഗൈഡൻസ്. രാഷ്ട്രീയ ജീവിതം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വാട്ട് യു മീൻ പ്രിൻസിപ്പിൾഡ് ഒരു ടീച്ചിങ് തന്നെ നമുക്ക് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ ടുഡേ. And whatever I am today is all because of my father and nothing else. I've seen him living as a leader, as a person, social worker, and he has interaction ആൾക്കാരെ കൂടെ സഹായിക്കുന്നതും ചെയ്യുന്നതും അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. കർണാടക സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ 3 കോടി രൂപ മലബാർ മുസ്ലിം അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് സംഘടനയുടെ നിസ്വാർത്ഥ സേവനം കൊണ്ടും എന്നെ മുഹമ്മദിന്റെ നേതൃപാഠവും കൊണ്ടും മാത്രമാണ്. അശരണരായ രോഗികൾക്കിടയിലും ധനസഹായം ആവശ്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്കിടയിലും എന്നെ എന്ന പേരിന് വലിയ സ്ഥാനമുണ്ട്. 80നോടടുക്കുന്ന ജീവിത സായന്തനത്തിലും മുറുകെ പിടിക്കുന്ന ജീവിത മൂല്യങ്ങളാണ് എന്നെയുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ വലിയ മനസ്സിനെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയ മറുനാടൻ മലയാളികളുടെ സ്നേഹവും ആദരവുമാണ്
ഏതു വലിയ പുരസ്കാരത്തെക്കാളും ഇദ്ദേഹം വിലമതിക്കുന്നത്. പേരിനു മുന്നിൽ പുരസ്കാരങ്ങളുടെ ഭാരം ചുമക്കാനോ പദവികളുടെ അലങ്കാരം തൂക്കിയിടാനോ ആഗ്രഹിക്കാത്ത ഉത്തമനായ മനുഷ്യസ്നേഹിയെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നബിയുടെ ജീവിതമാണ് സൽസ്വഭാവത്തിന്റെ മൂർത്തരൂപമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ അത്തരം ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിൽ പകർത്തുകയാണ് എന്നെയെപ്പോലുള്ള പിന്മുറക്കാർ. ഇനി ഇന്റലിന്റെ ഒരു കോമ്പാക്ട് ഉൽപ്പന്നം കാണാം ഇടവേളയ്ക്ക് ശേഷം. ചെറുതെങ്കിലും അത്യാധുനിക മേന്മ കാഴ്ചവെക്കുന്ന ഒരു ഉൽപ്പന്നം, നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്റൽ NUC. ഇന്റലിൻ്റെ NUC എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇന്റലിൻ്റെ NUC കിറ്റ് എന്നാണ് പറയുക, നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് കിറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ബോക്സാണ്. ലിറ്ററലി ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് ബേസിക്കലി ഉള്ളത് പ്രൊസസ്സർ, ഇതിൻ്റെ അകത്തുള്ള റാം. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഹാർഡ് ഡിസ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമ്മുടെ പഴയ PC-യുടെ ഹാർഡ് ഡിസ്ക് നമുക്കൊരു എക്സ്റ്റേണൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ബേസിക്കലി വേണമെങ്കിൽ ഒരു 1 TB അല്ലെങ്കിൽ 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. റാം 8 GB വരെ എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് മോർ ദാൻ എനഫ് ആണ് 8 GB. ഇഫ് യു ഒരു 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ 8 GB ആണ് ഇതിൽ റാം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ പ്രൊസസ്സർ സെൽറോൺ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിൽ ആക്ച്വലി വരുന്നത് ഇത് i3 ആണ്. അപ്പോൾ ഇത് ഇന്റലിൻ്റെ IV ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ് ഇപ്പോൾ വരുന്നത്. അതായത് i3 ഉണ്ട്, i5 ഉണ്ട്. ഈ 2 ചോയ്സാണ് കൺസ്യൂമേഴ്സിനുള്ള ഇന്റലിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ. പിന്നെ മെയിൻലി ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ഒരു പവർ പ്ലഗ് ഉണ്ട്, അതായത് ഒരു അഡാപ്റ്റർ, അതായത് ഒരു 240 watt അഡാപ്റ്ററാണ് വരുന്നത്. നോർമൽ, അതായത് പവർ കൺസംഷനാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ്. അതായത് ഒരു ട്രഡീഷണൽ PC എടുക്കുന്ന പവറിൻ്റെ ഒരു 70% ലെസ് ആയിരിക്കും ഇത് കൺസ്യൂം ചെയ്യുന്ന പവർ. അപ്പോൾ ഒരു ഓഫീസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ പവർ കൺസംഷനിൽ ഒരു 20 PC യൂസ് ചെയ്യുന്നതിന് പകരം 20 NUC യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെമൻഡസ് എമൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം ശതമാനം, ഓൾമോസ്റ്റ് 70% സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഓർഗനൈസേഷൻസിന്. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലൈബിലിറ്റിയാണ്, അതായത് അതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇന്റലിൻ്റെ NUC പോലത്തെ ഓൾട്ടർനേറ്റീവ്സിലേക്ക് നമ്മൾ മാറുമ്പോൾ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന്, ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി. അതായത് നമുക്കറിയാം കാർബൺ എമിഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നൊരു കാലമാണിത്. അതായത് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനും ഒരു കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ട്. അത് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം വലുതാവുന്നു അല്ലെങ്കിൽ എത്രത്തോളം കമ്പ്യൂട്ടിംഗ് പവറുള്ള ഡിവൈസ് ആവണോ അത് കൂടുതൽ എമിഷൻ ഉണ്ട് അതിന്. അതായത് ഇത് കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി ആണ്, പവർ കൺസംഷൻ വളരെ കുറവാണ് ട്രഡീഷണൽ PC ആയിട്ട് നോക്കുമ്പോൾ. ഇന്റലിൻ്റെ NUCയിൽ വരുന്ന പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കാണുന്ന പവർ അഡാപ്റ്റർ ഇൻപുട്ടാണ്, അതായത് നമ്മുടെ പ്ലഗിൽ നിന്നും ഡയറക്റ്റ് ചെയ്യുന്ന പവർ, ഇതാണ് മെയിൻ പവർ സോഴ്സ്. പിന്നെ വരുന്നത് HDMI ആണ്. ഇതിൽ HDMI മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. HDMI ഉള്ള ഡിസ്പ്ലേ മാത്രമേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മെയിൻലി എല്ലാ ബ്രാൻഡിനും, ഇപ്പോൾ സാംസങ് ആണെങ്കിലും LG ആണെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ ബെൻക്യൂ ആണെങ്കിലും അതിൻ്റെ മോണിറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡൽസ് ഒരു HDMI ഉണ്ട്. സോ HDMI ആണ് ഇതിൽ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന കണക്ഷൻ പോർട്ട്. പിന്നെ ഒരു ഫിസിക്കൽ LAN പോർട്ട് ഉണ്ട്, നമ്മൾ നോർമൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള LAN പോർട്ട് ഉണ്ട്. പിന്നെ ഉള്ളത് 2 USB പോർട്ട് ഇതിൻ്റെ ബാക്കിലുണ്ട്. അത് കൂടാണ്ട് ഒരു ഫ്രണ്ടിലൊരു USB കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USB 3.0, അതായത് കുറച്ചും കൂടി ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ. പിന്നെ വരുന്നത് ഇത് ബേസിക്കലി ഇതിൻ്റെ സ്പീക്കറാണ്, സ്പീക്കർ ഗ്രില്ലാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ആക്ച്വലി സ്പീക്കർ ഉണ്ട്. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ നമ്മൾ നോർമൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡേ ടു ഡേ യൂസിനാണെങ്കിൽ നമുക്ക് സ്പീക്കർ വേറെ അഡീഷണൽ വാങ്ങിക്കണമെന്നില്ല. പക്ഷേ ഇഫ് യു ആർ എ മ്യൂസിക് ലവർ, പാട്ടുകൾ കൂടുതൽ കേൾക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഇതിന് ഓഡിയോ ജാക്കും കൂടി ഉണ്ട്, വിച്ച് ക്യാൻ കണക്ട് ടു ഹോം തിയേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അത് ഈ JBL പോലത്തെ ഇഫ് യു ഹാവ് എ മ്യൂസിക് ഡിവൈസ് അതിലേക്കും കണക്ട് ചെയ്യാൻ പോസിബിൾ ആണ്. ഈ ആഴ്ചത്തെ സെൽഫിയിൽ ഇത്ര മാത്രം. കാണാം അടുത്ത എപ്പിസോഡിൽ.